ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യരാശിയെ തന്നെ നശിപ്പിക്കും. അതിൻ്റെ സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നമ്മളിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ChatGPT പോലുള്ള വ്യത്യസ്ത AI ടൂളുകൾക്കെല്ലാം തന്നെ കാരണക്കാരനായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗോഡ് ഫാദർ എന്ന പേരിൽ പോലും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജോഫ്രി ഹിൻഡൻ എന്ന വ്യക്തിയാണ്. ഈ സത്യങ്ങളെല്ലാം ലോകത്തോട് വിളിച്ചു പറയുന്നതിന് വേണ്ടി ഗൂഗിളിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങളെല്ലാം തന്നെ അദ്ദേഹം രാജിവെക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് താൻ വിചാരിച്ചതിനേക്കാൾ വലിയ വേഗതയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതോടൊപ്പം അദ്ദേഹം ചില മുന്നറിയിപ്പുകൾ കൂടെ ലോകത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ മുന്നറിയിപ്പുകളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ബാക്ക് ടു എഫ് വേൾഡ്, അഫ്ലു ഹിയർ. ഒരു ബ്രിട്ടീഷ് കനേഡിയൻ കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റുമായിട്ടുള്ള വ്യക്തിയാണ് ജോഫ്രി ഹിൻഡൻ. നമ്മളിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ChatGPT പോലുള്ള വ്യത്യസ്ത രീതിയിലുള്ള AI ലാംഗ്വേജ് മോഡലുകൾ, അതുപോലെ തന്നെ ഇമേജ് റെക്കഗ്നിഷൻ, സ്പീച്ച് പ്രോസസ്സിംഗ്, ഇതിൻ്റെ എല്ലാം തന്നെ ആധാരമായിട്ടുള്ള ഡീപ്പ് ലേണിങ്ങും ന്യൂറൽ നെറ്റ്വർക്കും ഒക്കെ തന്നെയും കണ്ടുപിടിക്കുന്നതിൽ മുഖ്യമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ജോഫ്രി. അതുകൊണ്ടൊക്കെ തന്നെയാണ് മോഡേൺ AI റെവല്യൂഷനിൽ വലിയ വിപ്ലവകരമായിട്ടുള്ളൊരു റോള് തന്നെ ജോഫ്രിക്ക് ഉണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗോഡ് ഫാദർ എന്ന പേരിൽ അദ്ദേഹത്തെ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നതുമൊക്കെ ഗൂഗിളിൻ്റെ AI റിസർച്ചിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയും അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നുണ്ടായിരുന്നു. എന്നാൽ 2023 മെയ് മാസത്തിൽ അദ്ദേഹം ഗൂഗിളിനോട് പൂർണ്ണമായിട്ടും വിട പറയുകയാണ്. അതിനുള്ള കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വലിയ വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തരത്തിലുള്ള വെല്ലുവിളികൾ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നുണ്ട്. ഗൂഗിളിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളെക്കുറിച്ച് ഒന്നും തന്നെ പുറം ലോകത്തോട് വിളിച്ചു പറയാൻ തനിക്ക് കഴിയില്ല. അതുകൊണ്ടൊക്കെ തന്നെയും താൻ ഗൂഗിളിനോട് വിട പറയുന്നു, എല്ലാ സ്ഥാനമാനങ്ങളും അവിടെ നിന്നും രാജിവെക്കുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നതും അദ്ദേഹം മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യത്യസ്ത മുന്നറിയിപ്പുകൾ തന്നെയാണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾ കാണുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എഫക്റ്റീവ് ഡേഞ്ചർ സൈഡ് കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്നത് നോളജ് ബേസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ജോലികളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റീപ്ലേസ് ചെയ്യും. ഇത്തരം ജോലികൾ ചെയ്യാൻ ഇനി അങ്ങോട്ട് ആളുകളെ ആവശ്യമില്ലാത്തൊരു സാഹചര്യത്തേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന കാര്യമാണ്. ഇപ്പം നോളജ് ബേസ്ഡ് ജോലികൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത ജോലികൾ ഇന്ന് ഒരുപാടധികം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു, ആ പഠിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്തൊക്കെ പോകുന്ന രീതിയിലുള്ള ജോലികൾ. പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കോഡിംഗ് പോലുള്ള പല കാര്യങ്ങൾ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ വലിയ കമ്പനികളൊന്നും പുതിയ ജൂനിയർ കോഡേഴ്സിനെ ഒന്നും തന്നെ ഹയർ ചെയ്യുന്നില്ല. അത് പൂർണ്ണമായിട്ടും അവർ നിർത്തിയിട്ടുണ്ട്. സീനിയേഴ്സ് ആയിട്ടുള്ള കോഡേഴ്സിന് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിഷ്പ്രയാസം നിമിഷ നേരങ്ങൾ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നൊരു കാര്യം കൊണ്ടാണ് ഈ ഒരു മേഖലയിൽ ഇത്തരം ഒരു മാറ്റം സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സംഭവിച്ചു തുടങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരുപാടധികം വലിയ വലിയ കമ്പനികൾ ഒരുപാടധികം എംപ്ലോയീസിനെ ഇതിനോടകം തന്നെ പറഞ്ഞു വിട്ടിട്ടുള്ളതായിട്ട് പിരിച്ചു വിട്ടിട്ടുള്ളതായിട്ടുള്ള വാർത്തകൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അപ്പം ഇത്തരത്തിലുള്ള ജോലികൾ, നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ജോലികൾ വലിയ തോതിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും. ഇവിടെയൊക്കെ തന്നെയും AI റീപ്ലേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. AI കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയുന്ന ആളുകളാണ് ഈ അറിയാത്ത ആളുകളുടെ ഒക്കെ തന്നെയും ജോലി അപഹരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ ഏതൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഇനി അങ്ങോട്ട് നല്ല സുഗമമായ രീതിയിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫാണെങ്കിലും ഒക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ എങ്ങനെ നിങ്ങളുടെ ജോലികളിലും ആവശ്യങ്ങളിലും ഒക്കെ ഉപയോഗിച്ചിരിക്കാമെന്ന കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളും പഠിച്ചേ മതിയാവും, നിങ്ങളും അറിഞ്ഞേ മതിയാവും. ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾ പറയാൻ സാധ്യതയുള്ളൊരു കാര്യം ChatGPT ഒക്കെ ഞാനും യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ Meta AI ഒക്കെ ഞാനും അടിപൊളിയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു AI ലാംഗ്വേജ് മോഡൽ ഉപയോഗിക്കുക എന്നതിനും അപ്പുറത്തേക്ക് ആ ഒരു ടൂളിനെ അല്ലെങ്കിൽ ആ ഒരു AI ടൂളിനെ അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ നമ്മുടെ ഓരോ ജോലികളിലും ആവശ്യങ്ങളിലും എങ്ങനെ ഉപയോഗിക്കണം എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ടത്. അപ്പം മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള AI കോഴ്സുകളൊക്കെ തന്നെയുണ്ട്. അതിൽ തന്നെ നമ്മൾ മലയാളത്തിൽ ഒരു കോഴ്സ് ഓൾറെഡി ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI മാസ്റ്റർ ക്ലാസ് 2.0 എന്ന പേരിലാണ് നമ്മൾ പുതിയ കോഴ്സ് വരുന്നത്. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു AI ടൂളിലും അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ
പൊട്ടൻഷ്യൽ എങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന കാര്യത്തെക്കുറിച്ച് മലയാളത്തിൽ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് വിശദീകരിച്ച് തരുന്ന രീതിയിലാണ് നമ്മുടെ ആ കോഴ്സ് ഉള്ളത്. ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്കൊക്കെ തന്നെയും നമ്മൾ ആ കോഴ്സിനെ കുറിച്ച് അറിയുന്നുണ്ടാവും. ഇതിനോടൊപ്പം തന്നെ ആയിരക്കണക്കിന് സ്റ്റുഡൻസ് നമ്മുടെ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വിദ്യാഭ്യാസ യോഗ്യതയോ കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമില്ല. നമ്മുടെ ആ ഒരു കൂട്ടത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരുപാടധികം ആളുകളുണ്ട്. അതുപോലെ തന്നെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, വലിയ വലിയ വൈറ്റ് കോളർ ജോബുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഷെഫുമാർ, വീട്ടമ്മമാർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഗ്രൂപ്പിലുള്ള ആളുകളും നമ്മുടെ ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കൂട്ടത്തിലുണ്ട്. എല്ലാവരുടെ ഭാഗത്തു നിന്നും നമുക്ക് അടിപൊളിയായിട്ടുള്ള ഫീഡ്ബാക്ക് ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്ക്രീനിൽ നമ്മുടെ ആ ഒരു ഫീഡ്ബാക്കുകളൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. സോ അടിപൊളിയായിട്ട് ഇനി അങ്ങോട്ടുള്ള കാലത്ത് നമുക്ക് മുന്നോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചേ മതിയാവും. ഒരുപാടധികം കോഴ്സുകൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൺലൈനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമ്മുടെ കോഴ്സിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഏതായാലും കൊടുക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ തന്നെ നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ബാക്ക് ടു നമ്മുടെ ടോപ്പിക്കിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ നമ്മുടെ ലിസ്റ്റിൽ ഇനി രണ്ടാമതായിട്ട് വരുന്ന കാര്യം, നമ്മൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത രീതിയിലുള്ള AI ടൂളുകൾ ഉണ്ടല്ലേ. ഈ ടൂളുകൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രോംപ്റ്റുകൾ നൽകുമ്പോൾ പല രീതിയിലുള്ള മറുപടികൾ നമുക്ക് തിരിച്ച് നൽകാറുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള AI ടൂളുകൾ നിർമ്മിച്ചു വെച്ചിട്ടുള്ള വ്യക്തികൾക്ക്, അതിൻ്റെ ക്രിയേറ്റേഴ്സിന് എന്തുകൊണ്ടാണ് ഈ ഒരു AI ടൂളുകൾ ഇതേ മറുപടികൾ നൽകുന്നത്, അല്ലെങ്കിൽ ഇത്തരം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മറുപടി നൽകുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള അറിവുകളുമില്ല. അവർ സാധാരണ ചെയ്യുന്നത് ഒരുപാടധികം ട്രില്യൺ കണക്കിന് ഡാറ്റകൾ വെച്ച് അതിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതിനും അപ്പുറത്തേക്ക് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ ഒരു മറുപടി തന്നെ ഈ ഒരു ചാറ്റ് ബോട്ട് അല്ലെങ്കിൽ ഈ ഒരു AI ടൂൾ നൽകുന്നു എന്ന കാര്യത്തെക്കുറിച്ച് അതിൻ്റെ ക്രിയേറ്റേഴ്സിന് കൃത്യമായ രീതിയിലുള്ള യാതൊരു വിധത്തിലുള്ള ബോധവുമില്ലാതെയാണ് ഇന്നത്തെ ഓരോ AI ടൂളുകളും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ ഏതൊരു വസ്തുവിൻ്റെയും ക്രിയേറ്റർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ ഇല്ലാതെ പോകുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇത് വളരെയധികം സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമതായിട്ട് വരുന്ന കാര്യം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇനി അങ്ങോട്ട് വ്യത്യസ്ത രീതിയിലുള്ള വൈറ്റ് കോളർ ജോബുകൾ പോലും വലിയ തോതിൽ തന്നെ അപഹരിക്കുന്നതായിരിക്കും. അതിൽ തന്നെ ഇന്നത്തെ കാലത്ത് 10 ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തനിയെ ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ 10 ആളുകൾ ഒരു കമ്പനി പറഞ്ഞു വിടുമ്പോൾ ഈ ആളുകൾ ചെയ്തിരുന്ന ജോലികളെല്ലാം തന്നെ AI ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ അറിയുന്ന ഒരാളെ മാത്രമായിരിക്കും കമ്പനി അവിടെ നിലനിർത്താൻ പോകുന്നത്. ഇത്തരം ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു മുന്നറിയിപ്പാണ് ജെഫ്രി ഹിൻഡൻ ലോകത്തോട് വിളിച്ചു പറയുന്നത്. 4ാമത്തെ അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ ജനറേറ്റ് ചെയ്യുന്ന AIകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള ചാറ്റ് ബോട്ടുകളും LLMകളും ഒക്കെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം AI ടൂളുകളൊക്കെ തന്നെ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ തന്നെയും പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ആരാണ്? മനുഷ്യരായിട്ടുള്ള ആളുകളാണല്ലേ. അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരുപാടധികം നോളജുള്ള ആളുകൾ തന്നെയാണ് ഈ AI ടൂളുകളൊക്കെ തന്നെ നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. എന്നാൽ ഇനിയുള്ള കാലത്ത് ഇതിന് വലിയ തോതിലൊരു മാറ്റം വരികയും AI ടൂളുകളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ തന്നെ AI ടൂളുകൾ തന്നെ ജനറേറ്റ് ചെയ്തെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി വരുന്നതായിരിക്കും എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു മുന്നറിയിപ്പ്. 5ാമതായിട്ട് വരുന്ന കാര്യം, നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് ലോസുകളെ കുറിച്ചൊക്കെ തന്നെയും പരാമർശിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ ഏത് ജോലിയാണ് നഷ്ടപ്പെടാതിരിക്കുക? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞാലും യാതൊരുവിധ പ്രശ്നവുമില്ലാതെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന പ്രൊഫഷൻസ് ഏതൊക്കെയാണ്? ഈ ഒരു കാര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ അവിടെ അദ്ദേഹം വിശദീകരിക്കുന്നത് സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജോലികൾക്ക് വലിയ സാധ്യതകൾ ഇനിയുമുണ്ട് എന്ന രീതിയിൽ. അല്ലെങ്കിൽ വലിയ തോതിൽ ഇന്നത്തെ കാലത്ത് ആളുകൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെയധികം കുറഞ്ഞ വേതനം മാത്രം നേടിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ജോലികളുണ്ട്. ഇത്തരം ജോലികളൊക്കെ തന്നെയും എക്കാലവും നിലനിൽക്കുന്നതായിട്ട് മാറുന്നതായിരിക്കും എന്നൊരു കാര്യമാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുക്കിംഗ്. ഷെഫുമാരൊക്കെ തന്നെയും അവരുടേതായ ശൈലിയിൽ അവരുടെ ഒരു കൈപ്പുണ്യമൊക്കെ വരുന്ന രീതിയിൽ തന്നെയാണ് വ്യത്യസ്ത ഡിഷുകളൊക്കെ തന്നെയും പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പം ഇതേ നോളജൊക്കെ തന്നെയും നമുക്ക് വേണമെങ്കിൽ വെച്ചിട്ട് ഒരു ഈ റോബോട്ടിനെ ട്രെയിൻ ചെയ്തെടുക്കാം. ഓൾറെഡി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള റോബോട്ടുകളെ കാണാനും സാധിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ദുബായിൽ നടന്നിട്ടുണ്ടായിരുന്ന ജൈടെക്സിൻ്റെ എക്സ്പോയിലൊക്കെ പോയ സമയത്ത് അവിടെ നമുക്ക് വേണ്ടിയിട്ട് കോഫിയും ഹോട്ട് ചോക്ലേറ്റും ഒക്കെ നിർമ്മിച്ച് നൽകിയിട്ടുണ്ടായിരുന്നത് വ്യത്യസ്ത റോബോട്ടുകളായിരുന്നു, അല്ലെങ്കിൽ റോബോ ഹാൻഡുകളായിരുന്നു. അപ്പം ഈ ഒരു കാര്യമൊക്കെ പോസിബിളാണ്. പക്ഷേ അവിടെ ഈ പറഞ്ഞ കൈപ്പുണ്യം അല്ലെങ്കിൽ ആ ഒരു സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അത് വരുമ്പോഴാണ് ആ ഒരു ഡിഷ് മറ്റുള്ള ആളുകളുടെ ഡിഷുകളിൽ നിന്നൊക്കെ തന്നെയും വ്യത്യസ്തമാകുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയും സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജോലികൾ എക്കാലത്തും നിലനിൽക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. പക്ഷേ പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരുവിധം ജോലികളൊക്കെ തന്നെയും AI അപഹരിക്കാനുള്ള സാധ്യതകളുണ്ട്.
കാരണം ഈ ഒരു ഷെഫ് എങ്ങനെയാണ് ഈ ഒരു പാചകം ചെയ്യുന്നതെന്ന് കംപ്ലീറ്റ്ലി അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് നോളജും നമുക്ക് റോബോട്ടിലേക്ക് അല്ലെങ്കിൽ എഐയിലേക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് പോലും അദ്ദേഹത്തെ പോലെ തന്നെ കുക്ക് ചെയ്യാനൊക്കെ തന്നെയും സാധിക്കുന്ന രീതിയിലേക്ക് ടെക്നോളജി വളരാൻ വലിയ തോതിലൊന്നും താമസമില്ല എന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇപ്പോൾ ഈ ഷെഫുമാരുടെ ജോലി അല്ലെങ്കിൽ കുക്കിംഗ് എന്നുള്ളത് നമ്മളൊരു ഉദാഹരണമായിട്ട് മാത്രം പറഞ്ഞതാണ്. ആറാമത്തെ കാര്യം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യരെക്കാൾ കൂടുതൽ മികച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും എന്ന് പറയുന്നൊരു കാര്യമാണ്. അതായത് ഓൾറെഡി ഇപ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ തന്നെ ഒരു അഡ്വാൻസ്ഡ് വേർഷനിലേക്ക് പോകുന്നതായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ടീച്ചർ ഒരുപാടധികം സമയം എടുത്തുകൊണ്ടാണ് ഓരോ കുട്ടികൾക്കും കാര്യങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ പഠിപ്പിച്ച് നൽകുന്നത്, വിശദീകരിച്ച് നൽകുന്നത്. എന്നാൽ മനുഷ്യൻ്റെ പെർഫോമൻസിനും അപ്പുറത്തേക്ക് അതിനെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഏതൊരു മേഖലയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാഴ്ചവെക്കുന്നതായിരിക്കും. മനുഷ്യനെ പൂർണ്ണമായിട്ടും ഓവർടേക്ക് ചെയ്യുന്നതായിരിക്കും വ്യത്യസ്ത മേഖലകളിൽ. ഇപ്പം റീസെൻ്റ്ലി ആഫ്രിക്കയിലൊക്കെ തന്നെയും ഇത്തരത്തിൽ റോബോട്ടുകൾ വെച്ചിട്ടുള്ള ചില ടീച്ചിങ് ഒക്കെ തന്നെയും നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം 6 മാസം സമയമെടുത്തുകൊണ്ട് ഒരു കുട്ടി പഠിക്കുന്ന കാര്യങ്ങൾ ഏതാനും ആഴ്ചകൾ കൊണ്ട് എയുടെ സഹായത്തോടു കൂടെ കുട്ടികൾക്ക് പഠിപ്പിച്ചെടുക്കാനൊക്കെ തന്നെയും അവിടെ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തരത്തിൽ വ്യത്യസ്ത മാറ്റങ്ങളൊക്കെ തന്നെയും വൈകാതെ തന്നെ വലിയ തോതിൽ ഈ ഒരു മേഖലയിൽ വരുന്നതായിരിക്കും. നമ്പർ 7, വൈറസുകളുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വൈറസും തമ്മിൽ എന്താണ് ബന്ധം എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം കൊറോണ വൈറസ്, കോവിഡ് ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള വൈറസ് ആണോ അല്ലെങ്കിൽ ഒരു ബയോ വെപ്പണാണോ എന്നൊരു ചോദ്യം നമ്മൾ ലോകത്തിന് മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് വ്യത്യസ്ത രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. ഇപ്പോൾ ചൈനയ്ക്ക് ഇത് ലാബിൽ നിന്ന് വൈറസ് ലീക്കായി പോയിട്ടുള്ളതാണെന്ന അഭിപ്രായമാണുള്ളതെങ്കിൽ അമേരിക്കയോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഡൊണാൾഡ് ട്രംപിനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എടുത്ത പാട് പറയാൻ പോകുന്നൊരു കാര്യം ഇത് പൂർണ്ണമായിട്ടും ചൈന ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ചൈനയുടെ നിർമ്മിച്ചെടുത്തിട്ടുള്ള മാൻ മെയ്ഡ് ആയിട്ടുള്ള വൈറസ് ആണെന്ന രീതിയിലാണ്. അപ്പം ഈ ഒരു കാര്യത്തിലേക്ക് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകാതെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ വലിയ തോതിൽ മ്യൂട്ടേറ്റഡ് വൈറസുകൾ നിർമ്മിച്ചെടുക്കാനൊക്കെ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും. ഈ ഒരു മേഖലയിൽ വ്യത്യസ്ത വൈറസുകൾ നിർമ്മിക്കാനും അതിനെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനും ഒക്കെ തന്നെ മനുഷ്യൻ പ്രാപ്തമാക്കുന്നതായിരിക്കും എന്ന് തുടങ്ങിയിട്ടുള്ളൊരു മുന്നറിയിപ്പ് കൂടെ അദ്ദേഹം ഇതിനോട് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പം ഇവിടെയും ഇതിനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ വില നമ്മൾ അവിടെയും കൊടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. 8ാമതായിട്ട് വരുന്ന കാര്യം ഇതിനോട് ചേർന്ന് കിടക്കുന്നത് തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഒരു വെപ്പൺ എന്ന രീതിയിലൊക്കെ തന്നെയും ആളുകൾ ഇനി അങ്ങോട്ട് ഉപയോഗിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞൊരു കാര്യമാണ്. അതിനിപ്പോൾ മിലിറ്ററിയിൽ പോലും ആർമിയിൽ പോലും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്യാൻ പോകുന്നതായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മറ്റൊരു വശം നമ്മൾ നോക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെയൊക്കെ തന്നെയും അക്കൗണ്ടുകൾ പൂർണ്ണമായിട്ടും ഹാക്ക് ചെയ്തെടുക്കുന്ന, നമ്മുടെ പ്രൈവസിയെ പോലും പൂർണ്ണമായിട്ടും താറുമാറാക്കുന്ന രീതിയിലേക്ക് മാറാനുള്ള സാധ്യതകൾ, അതായത് നിലവിൽ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാക്കിംഗ് ഒക്കെ തന്നെയും AI വലിയ വേഗതയിൽ നിഷ്പ്രയാസം തന്നെ ചെയ്യുന്ന രീതിയിലേക്കും മാറാനുള്ള സാധ്യതകൾ അവിടെയുണ്ട്. നമ്മൾ ചില ഹോളിവുഡ് സിനിമകളിലൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. അത് യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്, അത്തരം കാര്യങ്ങൾ പുലരാൻ പോവുകയാണ് എന്നൊരു മുന്നറിയിപ്പാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. അടുത്തതായിട്ട് വരുന്ന 9ാമതായിട്ട് വരുന്ന അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പ്, ഒരാളുടെ ഒരു ഫോൺ കോൾ എടുക്കുകയാണ്, അതിനുശേഷം നമ്മൾ അയാളോട് സംസാരിക്കുന്നു. പക്ഷേ അപ്പുറത്തുള്ള വ്യക്തി അയാൾ മനുഷ്യനാണോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണോ എന്ന കാര്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തൊരു കാലം വരാൻ പോകുന്നു എന്നതാണ് ഈ ഒരു മുന്നറിയിപ്പ്. ഇപ്പോൾ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നിങ്ങൾ അത്യാവശ്യം കേട്ട് പരിചയമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള കാര്യമായിരിക്കും. ഓൾറെഡി അതൊക്കെ തന്നെ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ തന്നെ AI ടൂളുകളുടെ സഹായത്തോടുകൂടെ പല ആളുകളെയും വിളിച്ച് പറ്റിച്ച് അവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് ലക്ഷങ്ങളാണ് പലരും ഇന്ന് തട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 8 മാസം മുമ്പോ 10 മാസം മുമ്പോ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഒക്കെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനൊരു കാര്യം വലിയ തോതിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓൾറെഡി. മാത്രമല്ല ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദുബായിലെ വ്യത്യസ്ത ബിസിനസ്സുകളൊക്കെ തന്നെയും എസ്പെഷ്യലി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൊക്കെ തന്നെയും അവരുടെ ടെലി കോളിങ്ങിന് സെയിൽസ് കോളിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് AI ബോട്ടുകളെയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് അതേ ഒരു രീതിയിൽ തന്നെ അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ തന്നെയും ഈ AI കൃത്യമായിട്ടുള്ള മറുപടികൾ നൽകുന്നതായിരിക്കും. അപ്പോയിൻമെൻറ്റ്സ് മീറ്റിംഗ്സ് ഒക്കെ തന്നെയും ഷെഡ്യൂൾ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കലണ്ടർ പരിശോധിച്ചിട്ട് കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിനൊരു അപ്പോയിൻമെൻറ്റ് നൽകുന്നതായിരിക്കും.
ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളിക്കാരനും ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ മലയാളത്തിലേക്ക് ഇതിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ശക്തമായ രീതിയിലുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ചോദിച്ച സമയത്ത് പുള്ളി പറഞ്ഞിട്ടുള്ളൊരു കാര്യം, മലയാളികളായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ വ്യത്യസ്ത രീതിയിലുള്ള സ്ലാങ്ങുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ സ്ലാങ്ങിൻ്റെ കാര്യത്തിൽ അവർ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നൊരു കാര്യമാണ്. അപ്പം കൊച്ചി സൈഡിലുള്ള ആളുകളുടെ ഭാഷ വെച്ച് പൂർണ്ണമായിട്ടും ട്രെയിൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ എങ്ങാനും കാസർഗോഡ് നിന്ന് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് താറുമാറാകുന്നുണ്ട് എന്ന രീതിയിലാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പക്ഷേ ഇതും ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ഏർലി സ്റ്റേജിലായതുകൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. വൈകാതെ തന്നെ വലിയ മാറ്റങ്ങൾ അതിലും തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റം. ലൈക്ക് മനുഷ്യനാണോ അതോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണോ എന്ന് നമ്മൾ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി വരുന്നതായിരിക്കും. നമ്പർ 10, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു പക്ഷേ ഇനി അങ്ങോട്ട് അതിനെ നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് അത് റിഫ്യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറാനുള്ള സാധ്യതകളുണ്ട്. ഞാൻ ഒരിക്കലും ഇപ്പോൾ ഷട്ട് ഡൗൺ ആകുന്നില്ല, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാൻ നമ്മളെ സമ്മതിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി വരാനുള്ള സാധ്യതകൾ വലിയ തോതിൽ തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾറെഡി ചില വാർത്തകളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ അത് റിഫ്യൂസ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ചില പരീക്ഷണങ്ങളൊക്കെ തന്നെയും ചില ഗവേഷകർ നടത്തിയതുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ ഇത്തരം ഒരു കാര്യത്തിനെയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. വൈകാതെ തന്നെ വരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ തന്നെയാണത്. 11ാമതായിട്ട് വരുന്നത്, ഇലക്ഷൻ പോലും മാനിപ്പുലേറ്റ് ചെയ്യാൻ വലിയ തോതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഇനി അങ്ങോട്ട് ഉപയോഗിക്കപ്പെടും എന്ന് പറയുന്നൊരു കാര്യമാണ്. ഓൾറെഡി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായിട്ടുള്ള PR ടീമുണ്ട്. ഒരുപാടധികം ആളുകൾ തല പുകഞ്ഞിരുന്ന് ആലോചിച്ച് വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജനങ്ങളായിട്ടുള്ള നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഇവർക്കുള്ള വോട്ട് മേടിച്ച് പോകുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. പല മാധ്യമങ്ങളുടെ കാര്യത്തിൽ പോലും, പല പ്രമുഖ മാധ്യമങ്ങളുടെ കാര്യത്തിൽ പോലും അത്തരം പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ PR ടീമും ഒരുപാടധികം ആളുകളും അവരുടെ തലയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നതെങ്കിൽ വൈകാതെ തന്നെ ഇതിനെല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറി വരുന്നതായിരിക്കും. ഒരൊറ്റ AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എന്തായാലും എത്തിച്ചേരുന്നതായിരിക്കും. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിച്ചു വിടണമെന്നുണ്ടെങ്കിൽ മറ്റൊരു വലിയ വിഷയം അപ്പുറത്ത് സൃഷ്ടിക്കാറുണ്ട്. പലപ്പോഴും നിങ്ങൾ പല വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ലോകത്തിൻ്റെ ഏത് രാജ്യത്താണെങ്കിലും നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ പലപ്പോഴും മറുഭാഗത്ത് എന്തെങ്കിലും ഒരു കാര്യത്തെ മറക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ആ വിവാദം സൃഷ്ടിച്ചിട്ടുള്ളത്. ഒന്ന് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ ഇത്തരത്തിൽ ഒരുപാടധികം ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെയും ഈ ടേക്ക് ഓവർ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും. നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഏറ്റവും അവസാനത്തേക്ക് നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു കാര്യം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യരാശിയെ തന്നെ നശിപ്പിക്കുന്നതായിരിക്കും. അതിനുള്ള സാധ്യതകൾ 10 മുതൽ 20 വരെ ജോഫ്രി ഹിൻഡൻ പറഞ്ഞു വെക്കുന്നുണ്ട്. 2055 ആകുമ്പോഴേക്ക് ഇതിനുള്ള സാധ്യതകളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുക, ചില സിനിമകളിലൊക്കെ, ഹോളിവുഡ് സിനിമകളിലൊക്കെ തന്നെയും കണ്ടിട്ടുള്ളത് പോലെ ഒരുപാട് റോബോട്ടുകളൊക്കെ തന്നെയും തെരുവിലേക്ക് ഇറങ്ങി മനുഷ്യനും റോബോട്ടുകളും തമ്മിലുള്ള വലിയ യുദ്ധം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള രീതിയിലല്ല അദ്ദേഹം വിശദീകരിക്കുന്നത്. ഒരു സൈലൻ്റ് ആയിട്ടുള്ള അറ്റാക്ക് ആയിരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് നേർക്ക് നടത്തുക എന്ന് പറയുന്നൊരു കാര്യമാണ്. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് കാണണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് വ്യത്യസ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും മറ്റൊക്കെ പുറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അൽഗോരിതംസ്, AIs, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം നമ്മൾ എന്ത് കാണണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഓൾറെഡി അവിടെ ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പതിയെ മാറി വരുന്നുണ്ട്. അവിടെ മനുഷ്യർക്ക് കൺട്രോൾ ഉണ്ട് നിലവിലെ സാഹചര്യത്തിൽ. ഇനിയിപ്പം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഒരാളോട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്പീച്ചൊക്കെ നമ്മൾ നടത്താൻ പോവുകയാണെങ്കിൽ നമ്മളൊരു പക്ഷേ ChatGPT ഒന്ന് എടുത്തൊന്ന് പരിശോധിച്ചിട്ട് ChatGPT പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തും. സോ നമ്മൾ എന്ത് പറയണം എന്ന കാര്യത്തിൽ അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കൈകടത്തൽ വന്നു. ഇതുപോലെ തന്നെ വ്യത്യസ്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൈകടത്തലുകൾ പതിയെ 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 കൂടി വന്ന് പൂർണ്ണമായിട്ടും മനുഷ്യരാശിയെ തന്നെ പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരാനുള്ള സാധ്യതകളാണ് വലിയ തോതിലുള്ളത് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അപ്പം ഇത്തരം പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മനുഷ്യരായിട്ടുള്ള നമ്മളെക്കാൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ
മനുഷ്യരാശിയിൽ തന്നെ ആദ്യമായിട്ടാണ് നമ്മളിപ്പോൾ നിർമ്മിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മളിപ്പോൾ ജീവികളുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് ഇൻ്റലിജൻറ്റ് ബീയിങ്ങുകളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെയും അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ നമ്മളെക്കാൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം കിടക്കുന്നത്. അതിനും ഒരു പടി മുകളിലായിട്ട് ഒരു വലിയൊരു മത്സരം തന്നെ ഈ ഒരു മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു AI റവല്യൂഷൻ അല്ലെങ്കിൽ ഒരു AI വാർ തന്നെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത കമ്പനികൾ, കോർപ്പറേറ്റുകൾ ഒക്കെ തന്നെയും ഈ ഒരു മേഖലയിൽ ഇന്ന് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ആദ്യം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും അധികം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള AI ടൂൾ പുറത്തിറക്കുക എന്ന കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. സോ ഇവിടെ പലപ്പോഴും എത്തിക്സ് ഒക്കെ തന്നെയും മറന്നുകൊണ്ടുള്ള വ്യത്യസ്ത കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വ്യത്യസ്ത പ്രശ്നങ്ങളിലേക്ക് ഇത് എത്തിച്ചേരാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും നമുക്കവിടെ നോക്കിക്കാണാനും സാധിക്കുന്നുണ്ട്. കൃത്യമായ മാനദണ്ഡങ്ങൾ വരികയാണെങ്കിൽ, കൃത്യമായ രീതിയിലുള്ള പ്രോട്ടോക്കോളുകളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, കൃത്യമായ രീതിയിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ കൊണ്ടുവരികയാണെങ്കിലൊക്കെ തന്നെ ഇതിന് നമുക്ക് കൃത്യമായിട്ട് പിടിച്ചു കെട്ടാനും നല്ലൊരു ഭാവിയെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളോടൊപ്പം ചേർന്നുകൊണ്ടുള്ള ഒരു ഭാവിയെ നമുക്ക് വാർത്തെടുക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി കാണാൻ വിചാരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ മൈൻഡിലെ ചിന്താഗതികളിൽ ഒരുപാടധികം മാറ്റങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ഒരു വീഡിയോ മാറിയിട്ടുണ്ടാകും എന്ന് തന്നെ വിചാരിക്കുന്നു. കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളോടുകൂടെ തന്നെ വ്യത്യസ്ത AI ടൂളുകൾ ഇനിയും വരട്ടെ എന്ന രീതിയിലാണ് ഞാനൊക്കെ തന്നെയും ആഗ്രഹിക്കുന്നത്. ഞാനെപ്പോഴും ഇത്തരത്തിലുള്ള പുതിയ കാര്യങ്ങൾ, പുതിയ ടെക്നോളജിയിൽ അപ്ഡേറ്റ്സുകളൊക്കെ തന്നെയും നിരന്തരമായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതൊക്കെ തന്നെയും നമ്മുടെ ലൈഫിനെ ഭയങ്കര ഈസി ആക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറി വന്നിട്ടുള്ളത്. അവിടെയൊക്കെ ഒരു വിഷയമുള്ളത് കൃത്യമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് അവിടെ കൊണ്ടുവരണം, കൃത്യമായിട്ടുള്ള റൂൾസുകൾ വെക്കണം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാനൊക്കെ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആകുന്ന കാലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കാൻ ശ്രമിക്കുക. വ്യത്യസ്ത കോഴ്സുകളൊക്കെ തന്നെ ഈ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമുക്കും ഇത്തരത്തിലുള്ളൊരു കോഴ്സ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് പരിഗണിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു കോഴ്സ് എടുക്കുക, ക്യാഷ് മുടക്കുക, എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ലൈഫിൽ ബെനിഫിറ്റഡ് ആയിട്ട് മാറുക തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലിങ്ക് കാര്യങ്ങളൊക്കെ ഏതായാലും താഴെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ബൈ.